നമസ്കാരം. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. എല്ലാരും വെയിറ്റിംഗ്. പ്ലീസ് കം. ഹായ് അന്ന. ഓക്കേ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേശുള്ളൂ. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. ഒരു 3 വരും. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15,000 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ അച്ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനത്തിന് മാർക്കറ്റ് കൊടുത്താൽ കിട്ടും. ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു ജെറി മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. എന്നിട്ട് താടിയൊന്നും കാണാറില്ല. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM-ൽ RJ. ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ FM-ന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM-ൽ എപ്പോഴും. നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM-ൽ ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ കൊണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ. ഇതിന്റെ വില എത്രയാണെന്നറിയോ? അജായ 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിലിട്ട് ഇറങ്ങ. വില എത്രയാണെന്നറിയോ? അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി പതൂരി? താടി വരുന്നതിന് മുമ്പ് പോവാ. നോക്കിയേ, സ്കോച്ചിന്റെ വില പറയണണ്ട. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളൊരു പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ അട്ടിച്ച് അവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കുരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരം കൂടി അവൻ അവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ വില എത്ര അവൻ ചോദിച്ചാൽ കേക്കട്ടെ. നമുക്കെന്താ കണ്ണു കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആമിനെ കുട്ടീനെ കുറിച്ച് പറഞ്ഞ കേട്ടോ. അതൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്കിയ നീ നോക്ക് നീ. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ. സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചന ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കില്ലടാ. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നിനക്ക് തോന്നിയോ അങ്ങനെ? എനിക്ക് തോന്നി. എനിക്ക് തോന്നി. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രിമ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം. അങ്ങനെ എന്നാ എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കയാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി? നൗ ഐ എം വെരി ഹാപ്പി.
ഉണ്ടല്ലേ? ചിക്കൻ പൊരിച്ചിട്ടാ കറി വെച്ചേക്കാം. ഓ ഉറപ്പാ. അല്ലെങ്കിൽ തിന്നില്ലായിരിക്കും. കൊള്ളാട്ടാ. എടാ ഞാൻ ഒരു മൂന്നാമത് ചോദിച്ചാൽ തരുമോ? നെയ്മീൻ ഫ്രൈ തീർന്നിട്ടാ. ഇനി എന്നോട് ചോദിക്കാൻ പറയാൻ നിൽക്കരുത്. വെജ് കുടിക്കാത്ത. ഓ നീ കഴിക്കണില്ലേ? കഴിക്കടാ. നല്ല ചിക്കനാണ് ട്ടാ. നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലേ? എടാ അവള് വരാൻ സമ്മതിച്ചു. ആര്? അന്ന വരാൻ സമ്മതിച്ചു. ഇങ്ങോട്ട് ഓടാ. തമാശയാണോ? അവൾ എന്റെ കൂടെ വരാൻ സമ്മതിച്ചു. അത് അടിക്കാനുണ്ടോ കൂടെ? നീ ഒരു മേൽ തമാശ കളിക്കരുത്. അവൾ എന്നോട് വരാൻ സമ്മതിച്ചു. നീയൊക്കെ കൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ അവളെ പോയി വിളിച്ചത്. അവളിപ്പോ എന്നോട് വരാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വെറുതെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ടാ? ലോകതത്വം ഇവര് പൂക്കൃത്തരം കാണിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു. ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പോകും. ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഉള്ള പറയാലോ, എനിക്ക് ഈ മലയാളിയാണെന്ന് പറയാനേ ഇഷ്ടമല്ല. ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ തന്നെ പൊട്ടിച്ചു വെക്കും. വെറുതെ നാണം കിട്ടുമോ? അതെ. നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ, ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുക ഞാനിപ്പോ ചെയ്യുന്നത്. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോവാം, വേഗം വാ. നമ്മൾ ഇവളെ കൊണ്ടുപോകണം, ഇവള് നമ്മളെ കൊണ്ടുപോകണം. ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ തൊഴിയോ? വാ സൂക്ഷിച്ച് വാ വാ. ആ നേരെ പൊക്കോ. അഥവാ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ നടക്കാറിങ്ങിയെന്ന് പറഞ്ഞാൽ മായിട്ടാ. അജയോ, ആ ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ, ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാം. ഗോപചായ, ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി. ആ ഫോണും തന്നെ. ഹലോ. ഹലോ, ഞാൻ അന്നയാ. ഹാ, മനസ്സിലായി മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്കൊരു മെഡൽ ഉറപ്പാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണമായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ. അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ? സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000-15,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അലമാരക്കകത്ത്. 4,32,15 രൂപയുടെ. പ്ലസ് 12% ടാക്സ് ഉണ്ട് കുട്ടി. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റ് വില കയറി നിൽക്കുന്ന ടൈമാണേ. എന്നതാണേലും 15 ലക്ഷവും അതിന്റെ 9.9% ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയ എനിക്ക് പ്രശ്നമേ ഇല്ല. ഐ ആം ഹാപ്പി. അയാളുടെ മോന്ത കിട്ടി ഒരു കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ലേ? അതാര്? ഹലോ ഹലോ ഹലോ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേ? ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആകെ ഒരു മുറിയുള്ളൂ. മുകളിൽ ഓണറാണ്. ആ പോർഷൻ ഓണർ ആർക്കോ റെന്റിന് കൊടുത്തേക്കുക. ആ റൂമിൽ ഇവര് കിടക്കട്ടെ, നമുക്കിവിടെ വിശാലമായ ഹാളല്ലേ? അയ്യോ അത് വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം അല്ലേ? അതൊരു കുഴപ്പമില്ലേ? അത് കുഴപ്പമാവും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ, ആദ്യം എനിക്കൊന്ന്